ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായി ഏഴാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇന്ന് സെൻസെക്സ് 80,000 കടന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 24,300 എബോവാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇന്ന് IT, ഓട്ടോ, ഫാർമ സെക്ടറുകളാണ് നല്ല രീതിയിൽ മൂവ് ചെയ്തത്. IT സെക്ടറുകളിലെ പ്രധാന സ്റ്റോക്കുകളായിട്ടുള്ള HCL ടെക്, വിപ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നെഗറ്റീവായിട്ട് കാണപ്പെട്ട സെക്ടറുകൾ നിഫ്റ്റി ബാങ്ക് ആയിരുന്നു പ്രധാനമായിട്ടും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റി ബാങ്ക് നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു നടത്തിയിരുന്നത്. മിക്കവാറും അതിൽ നിന്നുള്ള ലാഭമെടുക്കലായിരിക്കാം ഇന്ന് നടന്നത്. നിഫ്റ്റി IT ഏകദേശം 4% അപ്പായിരുന്നു. HCL ടെക്കിൻ്റെ റിസൾട്ടിനെ തുടർന്ന് ഏകദേശം 8% അപ്പായിട്ടാണ് ഇന്ന് HCL ടെക് ക്ലോസ് ചെയ്തത്. ഓട്ടോ ഇൻഡെക്സ് 2% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഫാർമ സെക്ടറും റിയൽറ്റി സെക്ടറും 1% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി നിഫ്റ്റി മിഡ് ക്യാപ്പ് 1% അപ്പായിരുന്നു. സ്മോൾ ക്യാപ്പ് 0.4% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1516 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ 1340 സ്റ്റോക്കുകളാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് മറ്റ് അപ്ഡേറ്റ്സുകളിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ബേസിക് കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ സൗജന്യമായിട്ട് അയച്ചിരുന്നതാണ്. അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്നും ആദ്യത്തെ അപ്ഡേറ്റ് US-മായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവിടുത്തെ ഫെഡറൽ റിസർവ് ചീഫായിട്ടുള്ള ജെറോം പവലുമായിട്ട് ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ട്രംപ് ചെറിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മയപ്പെടുത്തിയിട്ടുണ്ട്. പവലിനെ റിമൂവ് ചെയ്യാൻ ഉദ്ദേശമില്ല എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ US എക്കോണമി ബൂസ്റ്റ് ചെയ്യാൻ കൂടുതൽ റേറ്റ് കട്ട് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ട്രംപ് ചൈനയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ കടുത്ത വാക്കുകളും അല്പം മയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചൈനയുമായി ഒരു ട്രേഡ് ഡീൽ അടുത്ത് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവഴി താരിഫ് വളരെയധികം കുറക്കാനും സാധിക്കും എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായി ഒഴിവാക്കുന്നല്ല, പക്ഷേ വളരെയധികം കുറക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ താരിഫിന് മുകളിൽ പിന്നെയും താരിഫ് ഏർപ്പെടുത്തി. ഇപ്പോൾ ഏകദേശം ചൈനീസ് ഗുഡ്സിന് മുകളിൽ US-ൻ്റെ 145% താരിഫായിരുന്നു. അതേപോലെ തന്നെ ചൈനയും റിറ്റാലിയേറ്റ് ചെയ്തിട്ട് ഏകദേശം US ഗുഡ്സിന് മുകളിൽ 125% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ട്രംപും പവലും തമ്മിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പവലിനെ പല പ്രാവശ്യം ട്രംപ് ക്രിറ്റിസൈസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപ് ചെറിയ രീതിയിൽ ആ ഒരു വ്യൂ മയപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതും ഈ ഒരു ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചൈനയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് IMF കുറച്ചിട്ടുണ്ട്. മുമ്പത്തെ പ്രഡിക്ഷൻ അത് ഏകദേശം 4.6% ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 4% കുറച്ചിട്ടുണ്ട്. ചൈനയുടെ ഒഫീഷ്യൽ ടാർഗറ്റും ഏകദേശം 5% ആയിരുന്നു. ഇതിലും താഴെയാണ് ഇപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു കുറവിന് പ്രധാനപ്പെട്ട കാരണം ട്രേഡ് വാർ തന്നെയാണ്. US-മായിട്ടുള്ള ട്രേഡ് വാർ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ അവരുടെ ഗ്രോത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ ചൈനയിൽ പ്രോപ്പർട്ടി സെക്ടറിൽ ചില പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഹൈ ഡെപ്റ്റ് അതൊരു പ്രശ്നമാണ് ചൈനയിലെ. പിന്നെ കൺസ്യൂമർ സ്പെൻഡിങ്ങും കുറഞ്ഞിട്ടുണ്ട് ചൈനയിൽ. ഇതൊക്കെ ചൈനയുടെ ഗ്രോത്ത് കുറക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യ മാർക്കറ്റിലേക്ക് വരാം. ഇന്ത്യ മാർക്കറ്റിൽ പുതിയൊരു IPO വരാൻ പോകുന്നുണ്ട്. എയ്തർ എനർജിയുടെയാണ്. പ്യുവറായിട്ടുള്ള ഇലക്ട്രിക് 2 വീലേഴ്സ് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കമ്പനിയാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഓല ലിസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. ടോട്ടൽ 3000 കോടിയുടെ IPO ആണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ തന്നെ 2626 കോടി ഫ്രഷ് ഇഷ്യൂ ആണ്. ബാക്കി 1.1 കോടി ഷെയറിൻ്റെ ഓഫർ ഫോർ സെയിലും വരുന്നുണ്ട് അതിനൊന്നിച്ച്. ഇനി പ്രൈസ് ബാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഷെയറിന് മുകളിലും 304 മുതൽ 321 രൂപ വരെയാണ്. ഈ മാസം ഏപ്രിൽ 28 തീയതി മുതൽ 30 വരെ ആയിരിക്കും IPO വിൻഡോ വരുന്നത്. ഈ ഒരു കമ്പനിയിൽ ഏറ്റവും വലിയ ഷെയർ ഹോൾഡറായിട്ട് വരുന്നത് ഹീറോ മോട്ടോ കോർപ്പാണ്. ഏകദേശം 37.5% സ്റ്റേക്ക് അവർക്കുണ്ട്. പക്ഷേ അവർ ഈ കമ്പനിയുടെ ഷെയർ ഒന്നും ഈ ഒരു ഓഫർ ഫോർ സെയിലിൽ സെല് ചെയ്യുന്നില്ല. ഇനി കമ്പനിയുടെ എംപ്ലോയീസിന് ഈ ഒരു IPOയിൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു ഷെയറിന് മുകളിൽ 30 രൂപയുടെ ഡിസ്കൗണ്ട് അവർക്ക് ലഭിക്കും. ഇനി ഒരു ലോട്ടിൽ വരുന്നത് 46 ഷെയർസാണ്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ FY24 ലെവലിൽ ലോസാണ് പോസ്റ്റ് ചെയ്തത്. പക്ഷേ അവരുടെ സെയിൽസ് വളർന്നിട്ടുണ്ട്. 20% വളർന്ന് 1.3 ലക്ഷം യൂണിറ്റ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മാർക്കറ്റ് ഷെയർ 11.4% നിലനിന്നിട്ടുണ്ട്. പക്ഷേ ഓലയുടെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് കുറഞ്ഞു വരികയായിരുന്നു. പക്ഷേ ഇവർക്ക് അവരുടെ മാർക്കറ്റ് ഷെയർ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. 2013 ഈ ഒരു കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. അടുത്തത് അശോക ബെൽറ്റ്കോണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അവർക്ക് 568 കോടിയുടെ ഒരു പ്രൊജക്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു EPC പ്രൊജക്റ്റ് 30 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അവർക്കൊരു 311 കോടിയുടെ ഒരു ഓർഡർ കൂടി ലഭിച്ചിരുന്നു.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചില കമ്പനികളുടെ ഫിനാൻഷ്യൽ റിസൾട്ടാണ്. Q4 റിസൾട്ട് പല കമ്പനികളുടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ കുറച്ച് കമ്പനികളുടെ റിസൾട്ട് പരിശോധിച്ചിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് വന്ന ചില കമ്പനികളുടെ റിസൾട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിച്ച് നോക്കാം. ആദ്യത്തേത് മഹീന്ദ്ര ഫിനാൻസിൻ്റെ റിസൾട്ടാണ്. അവരുടെ Q4 പ്രോഫിറ്റ് 9% കുറഞ്ഞ് 563 കോടിയായിട്ടുണ്ട്. ക്രെഡിറ്റ് കോസ്റ്റ് വർദ്ധിച്ചിട്ടുണ്ട്, 34% വർദ്ധിച്ച് 457 കോടിയായിട്ടുണ്ട്. FY25 ഫുൾ ഇയർ പ്രോഫിറ്റ് 33% വളർന്ന് 2345 കോടിയായിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 9% വളർന്നിട്ടുണ്ട്. അടുത്ത് നോക്കാൻ വന്ന മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സിൻ്റെ റിസൾട്ടാണ്. അവരുടെ Q4 പ്രോഫിറ്റിൽ വൻ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് 51.63 കോടിയായിട്ടുണ്ട്. റവന്യൂ 28.4% ഉയർന്ന് 6.65 കോടിയായിട്ടുണ്ട്. ഇവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 60 രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ